നിലമ്പൂർ വരാനുള്ള ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ബാപ്പുട്ടിയാക്കയാണ്, നമ്മുടെ ആര്യടൻ ഷൗക്കത്താക്ക. മറ്റൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ അതൊരു സസ്പെൻസാണ്. ആമിനുമ്മ, എന്തുണ്ട് വിശേഷം? എന്താണ് കഥ? എന്നെ മറന്നാ? ഇല്ല ഇല്ല ഇല്ല. എന്തുണ്ട് വിശേഷം? ഇങ്ങനെ പോകുന്നുണ്ട്. അതെ, ഇതാണ് ഞാൻ പറഞ്ഞ ഒരു സസ്പെൻസ്. ആമിനുമ്മ ഞങ്ങളുടെ ജ്യോതിർഗമയിലെ പഠിതാവായിരുന്നു. 4ാം തരം തുല്യത എഴുതണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്ന ആമിനുമ്മാനെ പോലെയുള്ള ഒരുപാട് അമ്മമാരും ഉമ്മമാരും ഒക്കെ ആര്യടൻ ഷൗക്കത്താക്ക പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ജ്യോതിർഗമയിൽ എഴുതാൻ പഠിച്ചതാണ്. അവരെയൊക്കെ ഏറ്റവും വലിയൊരു ആഗ്രഹം എങ്ങോട്ടെങ്കിലൊക്കെ യാത്ര പോകുന്ന സമയത്ത് ബസ്സിന്റെ ബോർഡൊന്ന് വായിക്കാൻ പറ്റണം. പഞ്ചായത്തിൽ അന്ന് അല്ലേ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് സ്വന്തമായിട്ടൊരു അപേക്ഷ എഴുതി പേരെഴുതി ഒപ്പിടാൻ കൊടുക്കണം. ഇതൊക്കെയായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ജ്യോതിർഗമയിലേക്ക് വന്നത്. മൂപ്പര് പഠിപ്പിച്ചാരേന് 4ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് കിട്ടിയത്. മൂപ്പർക്ക് മണി ഞങ്ങൾ എന്തും ചെയ്തു. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഷൗക്കത്ത് സാറ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ജ്യോതിർഗമയാണെങ്കിലും ഒപ്പത്തിനൊപ്പം ആണെങ്കിലും ഈ പദ്ധതികളിലൊക്കെ എനിക്കും ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് ആമിനുമ്മയെ പോലെയുള്ള ഒരുപാട് ഉമ്മമാരെയും അമ്മമാരെയൊക്കെ കാണാനും ഈ പദ്ധതികളിലൊക്കെ അവരോടൊപ്പം അവരുടെ സന്തോഷങ്ങളിലേക്ക്, അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിലേക്ക് കൊണ്ടുപോകാനും കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഇതുപോലെ ജ്യോതിർഗമയ എന്ന് പറയുന്ന പദ്ധതി മാത്രമല്ല, ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കിയ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു ആര്യടൻ ഷൗക്കത്താക്ക. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത ഗ്രാമം ഏതെന്ന് ചോദിച്ചാൽ അത് നിലമ്പൂർ ഗ്രാമമാക്കി മാറ്റിയ ആര്യടൻ ഷൗക്കത്ത് സാറിനെ പോലെയുള്ള ആൾ തന്നെയല്ലേ നിലമ്പൂരിൽ വിജയിക്കേണ്ടത്? നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും പിന്തുണയും ഷൗക്കത്ത് കായോടൊപ്പം ഉണ്ടാകണം, അല്ലേ ഉമ്മ?